ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇത് നമുക്ക് വലിയൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 23,000 ബിലോ പോയെങ്കിലും അവസാനം ക്ലോസ് ചെയ്തത് 23,002 775% വലിയൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ബാങ്ക് ഒട്ടും കുറവല്ല, 1875 പോയിന്റ് ഇടിഞ്ഞ് 53,451 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 1,797 പോയിന്റ്സിൻ്റെ ഇടിവുണ്ടായി 54,492 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 474 പോയിന്റ്സ് കുറഞ്ഞ് 15,704 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 22.80 ക്ലോസ് ചെയ്യുന്നത്. 21.79% വലിയൊരു മൂവ്മെൻറ്റാണ് ഇന്ത്യ വിക്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DIA 3,863 കോടി രൂപ ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII കനത്ത സെല്ലിംഗ് ആണ് ഇന്ന് നടന്നത്. 7,558 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടേഴ്സും, സ്ക്രീൻ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നല്ല ഇടിവാണ് എല്ലാ സെക്ടേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 1,088 പോയിന്റ്സ് കുറഞ്ഞ് 24,509 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 35,639 ക്ലോസ് ചെയ്യുമ്പോൾ 502 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 24,951 ക്ലോസ് ചെയ്തപ്പോൾ 975 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 46,861 ക്ലോസ് ചെയ്തപ്പോൾ 1,217 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 352 പോയിന്റ്സ് കുറഞ്ഞ് 14,116 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്ര 8716 ക്ലോസ് ചെയ്തപ്പോൾ 250 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 979 പോയിന്റ്സ് കുറഞ്ഞ് 28,579 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 40 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 1,311 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ 11,249 ക്ലോസ് ചെയ്തപ്പോൾ 376 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 222 പോയിന്റ്സ് കുറഞ്ഞ് 10,974 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 22,101 ക്ലോസ് ചെയ്തപ്പോൾ 530 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 251 പോയിന്റ്സ് കുറഞ്ഞ് 8410 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 27 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 702 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,408 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,581 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,777 ക്ലോസ് ചെയ്തു. ഇന്ന് വലിയൊരു ഇടിവ് 775 പോയിന്റിൻ്റെ ഇടിവ് കൂടി ഇന്ന് 23,002 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വരെ നല്ല ഹൈ ആയിട്ടുന്ന നിഫ്റ്റി ഇന്ന് ഒറ്റ ദിവസം കൊണ്ടുള്ള ഫോളോ കൊണ്ട് ഈ ആഴ്ചയുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 148 പോയിന്റ്സിൻ്റെ കുറവാണ് ഈ ആഴ്ച നിഫ്റ്റിയിലുണ്ടായത്. 0.64% ഫോളോ നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തിന് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,002 നിൽക്കുമ്പോൾ 11.97% ലോസ് ആണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 31 മാർച്ചിന് 23,519 നിഫ്റ്റി ഇന്ന് 23,002 നിൽക്കുമ്പോൾ 2.20% ലോസ് ആണ് കഴിഞ്ഞ 12 മാസം വരെ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 379 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി 2,584 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നിഫ്റ്റി 50 എന്നാണ് എടുത്തിട്ടുള്ളത്. ONGC മാത്രമേ നിഫ്റ്റി 50 1.55% റാലി നടത്തിയുള്ളൂ. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് 7.03% ഫോളോ കണ്ടു. ഇറ്റേണൽ 5.69% ഫോളോ നടത്തി. ബജാജ് ഫിനാൻസ് 5.44%, HDFC ബാങ്ക് 5.32%, M&M 5.26%, L&T 4.81%, TMPV 4.76%, Interglobe Aviation 4.73%, Trend 4.37% and Bajaj Auto 4.34% ഫോളോ ആണ് കാണാൻ സാധിച്ചത്. ബയോസെല്ല റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇന്ത്യയിൽ നിന്ന് USD ഫോറക്സ് റിസർവ് ഡേറ്റ 20th മാർച്ചിന് വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.